ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വീക്കെൻഡ് വ്ലോഗ് ചെയ്യാം എന്നാണ് എൻ്റെ മനസ്സിലെ പ്ലാന്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീക്കെൻഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഷൂട്ട് ചെയ്തിട്ട് ഒന്നിച്ചൊരു വ്ലോഗ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒരു ഷോയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് അതിന് വേണ്ടിയിട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. അതാണ് പ്ലാന്. അവരെല്ലാവരും കാറിൽ കയറി, ഞാൻ ഓടിച്ചെല്ലട്ടെ, എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ സംഭവമാണ്, ഹോളോഗ്രാം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. സുഖേ, നമ്മൾ ആഫ്രിക്കൻ സഫാരിയുടെ എക്സ്പീരിയൻസ് ആണ് എടുത്തേക്കുന്നത്. ഇത് വെറൈറ്റി 3 സംഭവങ്ങളുണ്ട്. ഒന്ന് ഡൈനോസേഴ്സ്, ആഫ്രിക്കൻ സഫാരി, ഓസ്ട്രേലിയ. സാക്ഷി, ബിസ്ക്കറ്റ് കഴിച്ചു വേണോ പൊന്നു? ഇവിടെ അവർ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. സ്പേസിൽ Vaiga, are you excited? Not that much, but okay. Adenda? Adenda, not that much. Not that much because I'm scared of dinosaurs. Kana? Excited ആണോ? ചെറിയ പേടിയുന്നു ആണോ? നമ്മള് സാക്ഷി എന്തായാലും കൂടെ കൊണ്ടുപോവാം. അവൾക്ക് ക്ലാസ് ഒന്നുമില്ല. യെല്ലോ ഗ്രൂപ്പ് എൻ്റർ ഇൻ 40 seconds. ഞാൻ ബുക്ക് ചെയ്തോണ്ട് എന്റെ പേര് അവരുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നത്. എൻ്റർ ഇൻ 3, 2, 1 ഗോ. ഞാൻ ഇതിനകത്ത് കൂടെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. I've never seen elephants run, but they look so cool. Oh my god. I always wanted ഇത് ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഫ്ലാറ്റ് ആയിട്ട് തോന്നും, പക്ഷെ ഇതിപ്പോ നമ്മുടെ അടുത്തിരിക്കുന്നതായിട്ടാണ് ശരിക്കും കാണുന്നത് കേട്ടോ. കണ്ണാടി വെച്ച് കഴിയുമ്പോ സൂപ്പർ. That was scary. That was awesome. scary. No, that was awesome. No, scary. That was. Aww. It's fine. അത്ര ക്ലിയർ ഒന്നും ആയിരിക്കും. അത് കൊള്ളാം. ഏട്ടാ, സുഖയുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 1 ടൈം അല്ലേ? ചുമ്മാ കാണാൻ അത്രേ ഉള്ളൂ. നമ്മളൊരു മെക്സിക്കൻ റെസ്റ്റോറന്റിൽ ഇതാ കണ്ണനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. കണ്ണന് പിന്നെ എന്തും കഴിക്കാം. കണ്ണൻ മെക്സിക്കൻ ഫുഡ് ട്രൈ ചെയ്യാൻ പോണു. നീ എന്താടാ ഓർഡർ ചെയ്തേ?
Tex-Mex Okay, now enchiladas I know ആണ്. what. Yeah, chicken fingers. Chicken fingers? Okay. ഇതിന്റെ മീറ്റ് ഇരിക്കുന്ന സാധനം. This is Very yummy. Shake. ഇതിന്റെ ഫ്യൂച്ചറിന്റെ കണ്ണ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. സാക്ഷി കുറച്ച് വഴക്കായതുകൊണ്ട് ഏട്ടൻ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാനും വൈകിയും കണ്ണനും കഴിച്ചു. ഏട്ടൻ ഇനി കഴിച്ചിട്ട് പതുക്കെ വരും. ഞങ്ങളിപ്പം വീട്ടിലേക്ക് പോകും. സാക്ഷിയായിട്ട് ഏട്ടനും കണ്ണനും കൂടെ വരും. ഏട്ടനും കണ്ണനും കൂടെ നടന്ന് സൈഡ് ഓരോ ഒക്കെ പിടിച്ച് നടന്നു വരും. Are you coming with me? സാക്ഷിയെ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് സാറ്റർഡേ രാവിലെ തന്നെ ഞാനൊരു പെഡിക്യൂറിന് പോയിട്ടോ. എൻ്റെ ഒരു മീ ടൈം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണനെ എല്ലാം സ്ഥലങ്ങളും അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ സ്റ്റോറും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവനെയായിട്ട് ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറിൽ പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. നമ്മൾ എവിടെയാ പോകുന്നതെന്ന് പറയൂ. സാറ്റർഡേ ഡിന്നർ സീന ചേച്ചിയുടെയും ശ്രീജിത്തേട്ടനും വീട്ടിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അതിനു വേണ്ടി പോകുന്നതാണേ. ഇതിനെ ചെവി കാണിക്കൂ. ചെവി കാണിക്കൂ. അതാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ ഗ്ലാമർ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വട്ടത്തിലിരുന്ന് അന്താക്ഷരി കളിക്കുന്നതാണ് ഈ കാഴ്ച. അങ്കിളുമാരും ആൻറ്റിമാരും ഒക്കെ പാട്ടുപാടി. കണ്ണൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇതേപോലെയുള്ള ഒരു ഗെറ്റ് ടുഗദറിന് വരുന്നത്. അതുകൊണ്ട് തന്നെ അവനിതൊരു കംപ്ലീറ്റ്ലി പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ എൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലേ അവരെ പരിചയപ്പെടുത്തിയുള്ളൂ. പിന്നീട് അവൻ അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറി. മനുഷ്യനെ കാണിക്കാനല്ലേ ആ മനുഷ്യൻ അവിടെ ഇപ്പൊ വീഡിയോ അയച്ചാൽ അവിടെ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞു. പിന്നെ നേരെ പോയി കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് ഒത്തിരി നേരത്തെ ഒന്നും എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. പതുക്കെ എണീറ്റു, ഭക്ഷണം കഴിച്ചു, ഒന്നിച്ചിരുന്ന് കുറച്ച് നേരം TV കണ്ടു. അങ്ങനെ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സൺഡേ. കണ്ണൻ അവൻ്റെ വെബ്സൈറ്റിൻ്റെ പരിപാടി രാവിലെ തന്നെ തുടങ്ങി. എന്താ വൈകാ മുടി ചീവാത്ത? ഇങ്ങനെയാണോ മുടി ചീവുന്നത്? കൊള്ളില്ല. നമ്മുടെ സൺഡേ ആഫ്റ്റർനൂൺ അല്ല ഈവനിങ് ആയി പോകുന്ന പോക്കാണ്. സാക്ഷിയെ ഉറക്കി, ഏട്ടൻ ഉറങ്ങി. സാക്ഷി ഉറങ്ങുന്നു, ഏട്ടൻ ഉറങ്ങുന്നു. വൈക മുടി കെട്ടണ്ടേ? അപ്പം നമ്മളിതാ വൈകയുടെ ഒരു ക്രോക്സ് ഉണ്ട്. അത് ചെറുതായിട്ട് കുറേ കാലമായി, പക്ഷെ അവൾ അത് മാത്രമേ ഇടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുതിയ ഒരെണ്ണം മാറ്റാം. അത് ഒത്തിരി പഴയതുമായി, ചെറുതുമായി. അപ്പോൾ പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ കണ്ണനെ കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അത് ഹാപ്പി ചെയ്യാൻ പോണേ. സാക്ഷിയുടെ ഉറക്കമൊക്കെ കുളമാക്കി. ഇന്നിപ്പോൾ പോകാൻ ഇറങ്ങേണ്ടതുകൊണ്ട് അവളെ കാർ സീറ്റിൽ വയ്ക്കുകയല്ല, അവൾ അപ്പം തന്നെ എണീറ്റു. എന്ത് കളർ ക്രോക്സാ വാങ്ങുന്നത്? ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ പറ്റുമോ? മേ ബി ബ്ലാക്ക്. യു ഡോണ്ട് ലൈക്ക് ബ്ലാക്ക്? ഇപ്പം ഇവിടെ സ്കൂള് തുറക്കാറായില്ലോ. അപ്പം വൈകിക്ക് 1-2 ചെരുപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. ചെരുപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അന്ന് ദീപാമ്മയ്ക്ക് ബാഗൊക്കെ വാങ്ങിയ സെയിം ഔട്ട്ലെറ്റിൽ തന്നെ വന്നേക്കുന്നത്. ഇവിടുന്ന് സാധാരണ ക്രോക്സ് നമ്മൾ വാങ്ങുന്നത് വൈകിയുടെ. അപ്പം കണ്ണന് ഇവിടേക്കൊന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്.
സാക്ഷിനെ മൂടി പുതപ്പിച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെ കവർ ചെയ്ത് വെച്ചിരുന്നത് ഭയങ്കരമായിട്ട് വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തുണി വെച്ചിട്ട് അവളെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ പോയത് നൈക്കിയുടെ സ്റ്റോറിലേക്കാണ്. ബാക്ക് ടു സ്കൂൾ ഡിസ്കൗണ്ടും ഓഫറും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. സ്റ്റോർ നിറച്ച ആൾക്കാർ. This is my favorite. This one? Show me. Plus, it has ties. ലൈക്ക് ഇറ്റ്? Yeah. ഷൂസ് എല്ലാം കിട്ടിയാ? Yes. എത്ര എണ്ണം എടുത്തു? 3. It's hard to carry. That's all I'm saying. നമ്മളിതാ വൈകയ്ക്ക് ക്രോക്സ് എടുക്കാൻ വന്ന. വൈകി എന്നിട്ടൊരു വൈറ്റ് ക്രോക്സ് എടുത്തിട്ടുണ്ട്. ക്രോക്സ് കിട്ടിയാ? മാമൻ ഓൺ ഡ്യൂട്ടി. സാക്ഷിയാണോ? സാക്ഷി അച്ഛല്ല, സാക്ഷി. സാക്ഷി സാക്ഷി എല്ലാവരെയും വിളിക്കുന്ന അച്ഛന. ഏട്ടനെയും എന്നെയും വൈകിയനെയും എല്ലാവരെയും അച്ഛേ അച്ഛയെന്നാ വിളിക്കുക. അങ്ങനെ ഒരു വീക്കെൻഡ് കൂടെ കഴിഞ്ഞു. വീക്ക് ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വീക്കെൻഡ് ആകുമ്പം എത്ര പെട്ടെന്നാണ് വീക്കെൻഡ് കഴിഞ്ഞു പോകുന്നല്ലേ. ഇതായിരുന്നു ഞങ്ങളുടെ ഈ വീക്കെൻഡിലെ പരിപാടികളൊക്കെ. ഇന്നത്തെ സൺഡേ ഈവനിങ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അത്ര വലിയ ഷോപ്പിംഗ് ഒന്നും ആയിരുന്നില്ല. വൈകിക്ക് മെയിനായിട്ട് ഷൂസ്, സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ അതുകൊണ്ട് ഷൂസൊക്കെ വാങ്ങണമായിരുന്നു. അതായിരുന്നു മെയിൻ ഷോപ്പിങ്. പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ചെത്തി. ഇവിടെ ഇപ്പോൾ സമയം 7:50 രാത്രി 7:50. ഇപ്പം ഇത്രയും വെട്ടവും വെയിലും ഒക്കെ ഉണ്ട്, കണ്ടോ, വെയിലൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി 8 മണിയാവാൻ പോകുന്നു. കുറച്ച് മാസങ്ങളൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ സന്ധ്യയ്ക്ക് ഇരുട്ടാവുന്ന പോലെ വരും. അപ്പോൾ എന്ത് ചെയ്യും ഇവർ? ടൈം അങ്ങോട്ട് മാറ്റും. കൂടുതൽ ഡേ ലൈറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണത്. ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള വീക്കെൻഡ് കൂടെ കഴിഞ്ഞു. ഇനിയിപ്പം നാളെ തൊട്ട് തിരിച്ചേട്ടന് ജോലി. വൈകിക്ക് ഒരാഴ്ച കൂടിയുണ്ട് ഇനിയിപ്പം അവധി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്കും സ്കൂൾ തുറക്കും. കണ്ണൻ കോളേജിലേക്ക് പോവും. ഹോപ്പ്ഫുള്ളി എനിക്ക് ജോലിക്ക് പോയി തുടങ്ങാൻ പറ്റും നെക്സ്റ്റ് വീക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ട്. അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ സാക്ഷിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം എന്തായതാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീക്കെൻഡ് വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളുമായി വീട്ടിൽ കാണുന്നത് വരെ ബൈ ബൈ.